എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ എന്നാൽ സ്വാദ് ഒട്ടും തന്നെ കുറഞ്ഞു പോകാതെ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു നാടൻ ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ എന്താ തക്കാളിയും വെണ്ടയ്ക്കയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പം നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. ഇനി നമ്മൾക്കിതിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തീരെ ചെറുതായിട്ട് അരിയണ്ട, ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ടൊക്കെ നമ്മുടെ ചാനലിൽ റെസിപ്പീസ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. തക്കാളി ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ വളരെ എളുപ്പത്തിൽ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾക്ക് വഴണ്ടി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പുണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തീയിലിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെണ്ടയ്ക്കയിലേക്കും അതുപോലെ സവാളയിലേക്കും ഒക്കെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂണിൽ കുറച്ചും കൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കുക. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുമ്പം നമ്മുടെ കറിയുടെ സ്വാദൊക്കെ ഒന്നും കൂടെ കൂടും. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളമൊന്നും കൊടുക്കേണ്ട. തക്കാളിയിൽ നിന്നും സ്വല്പം വെള്ളമൊക്കെ ഇറങ്ങും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ടല്ലോ. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത മുളകാണ്. ഈ ഒരു കറിയിലേക്ക് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. എരിവിന് ആവശ്യമായ മുളക് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കുക. തൈര് ചേർക്കുമ്പം ഒരുപാട് തൈര് ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 2.5 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. ഈ തക്കാളിയുടെയും തൈരിൻ്റെയും പുളിയും കൂടി ചേർന്ന് വരുമ്പം നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന തക്കാളിയും അതുപോലെ വെണ്ടയ്ക്കയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൂട്ട് ചേർത്തിട്ട് നമ്മൾ ഈ കറി തയ്യാറാക്കുമ്പം സാധാരണ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും കറി തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ കിട്ടുക. വറുത്ത മുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു സ്വാദാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയമില്ല, ഒരു 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. കാരണം വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ടി കിട്ടിയതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറിയുടെ സ്വാദും അതുപോലെ തന്നെ നല്ലൊരു വാസനയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർക്കേണ്ട. ഇതാ 1/4 ടീസ്പൂണിൽ കുറച്ച് താഴെയായിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ കറിയിലേക്ക് വറുത്തിടുന്ന സമയത്ത് ഉലുവ ചേർത്താലും മതി കേട്ടോ. ഇനി ഈ കറി ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി കുറുകി വരും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്കൊന്ന് വറുത്തിടണം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ട് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലരിഞ്ഞതും 2-3 വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഉള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.